Watch India's largest kids library only on Jio Hotstar. Download the app now. എത്ര മുടിയില്ലാത്ത തലയാണെങ്കിലും വരൂ വന്ന് അതിന് പരിഹാരം നേടൂ. അതിന് പറ്റിയ മരുന്ന് എന്റെ കയ്യിലുണ്ട്. എന്റെ മുടി കണ്ടോ? ഇതേപോലെ വലിയ മുടി നിങ്ങൾക്ക് വളർത്താം. വലിയ മുടി. മുടി വളരുമെന്നോ? സത്യം? അമ്മയാണ് സത്യം. അഥവാ കള്ളമാണെങ്കിൽ എന്റെ മുടി ഇല്ലാതെ പോട്ടെ. മുടി വളർന്നില്ലെങ്കിൽ പൈസ തിരിച്ചു തരുന്നതാണ്. വരൂ വന്ന് തുടങ്ങിക്കുന്ന മസാജ്. ഇതല്ലേ മസാജ്? ബത്തലു നീയും വേണേ മസാജ് ചെയ്തോ? ഇവൻ വളരെ നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. എന്നാ ശരി ഏട്ടാ, എന്റെ തലയിലൊന്ന് മസാജ് ചെയ്യേ. എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? നിങ്ങൾ ആരും ഇതുവരെ മനുഷ്യരെ കണ്ടിട്ടില്ലേ? മനുഷ്യരെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ പോലുള്ള മനുഷ്യരെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എന്തൊക്കെ നിങ്ങൾ പറയുന്നേ? ഞങ്ങളുടെ ഉള്ളിൽ അതിന് മാത്രം എന്താ ഉള്ളേ? നിങ്ങളുടെ ഉള്ളിലല്ല, തലയ്ക്ക് മുകളിലാണ് പുല്ല് വളർന്നിരിക്കുന്നത്. ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ, ഇത്ര മനോഹരമായി എങ്ങനെയാണ് പുല്ല് വളർത്തിയതെന്ന്? ഞങ്ങളുടെ തലയില് തലയില് പുല്ലോ? ഇതെന്താ സംഭവിച്ചത്? എങ്ങനെയാ സംഭവിച്ചത്? ഇത് നിന്റെ മസാജ് ചേട്ടന്റെ എണ്ണ കാരണം കൊണ്ട് ഉണ്ടായതാ. കുറച്ചുകൂടെ മസാജ് ചെയ്യായിരുന്നില്ലേ? നീ കാരണം കൊണ്ട് എനിക്കും ഈ ഗതി വന്നു. മോട്ടു എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യ്. ഈ പുല്ല് പറിക്കാനും പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ എന്തെങ്കിലും ആലോചിക്കേ. എന്താ ചെയ്യാ? ആ പൂന്തോട്ടക്കാരനെ നമുക്ക് ആവശ്യമുണ്ട്. ഐഡിയ. താങ്ക് യു വല്യേട്ടാ. വളരെ വളരെ നന്ദിയുണ്ട്. ഇത് വീണ്ടും വളർന്നല്ലോ. പിന്നെ ചേട്ടാ ഒന്ന് നിന്ന് നിങ്ങളുടെ ഇന്റർവ്യൂ ഒന്ന് തരുമോ? ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ സാർ. ഒരു ഓട്ടോഗ്രാഫ് കിട്ടുമോ? നല്ല അടിപൊളി പുല്ല്. അല്ല നീ എന്തായി ചെയ്യുന്ന? ഇതെന്റെ തലയിൽ മുളച്ച പുല്ല. ഒന്ന് പതുക്കെ പറ. ഗസീട്ടാറാമംഗം കണ്ടാലേ ജീവിതകാലം മുഴുവൻ നമ്മളെ കളിയാക്കും. മോട്ടു രക്ഷിക്ക്. ആരെങ്കിലും പിടിക്കാ ഇതിനെ. എന്റെ പൊന്നു മകളെ ഒന്ന് നിൽക്കൂ പ്ലീസ്. അത് നിന്റെ ഭക്ഷണമല്ല, എന്റെ കൂട്ടുകാരനാ. മര്യാദക്ക് നിന്നോ, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനോട് പറയും. മോട്ടു രക്ഷിക്ക്. അതിന് എനിക്ക് ഇതിന്റെ അടുത്ത് എത്തിയാലല്ലേ നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റൂ. ഞാനിത് ഏത് കുതാമിലാ എത്തിയത്? വേണ്ട വേണ്ട, അരുതാത്തതൊന്നും കാണിക്കരുത് കേട്ടല്ലോ.
ഇല്ലെങ്കിൽ എന്നെ പോലെ വൃത്തികെട്ട ഒരുത്തനെ നീ കണ്ടൊന്നും വരില്ല. ഇപ്പൊ തന്നെ ഒരുപാടായി. നീ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഒരു മനുഷ്യന്റെ തലയിലുള്ള പുല്ല് തിന്നു കളയാന്നോ? ഈ ലോകത്ത് ഒരു മനുഷ്യന്റെ തലയിൽ പുല്ല് വളർത്താനുള്ള അധികാരമില്ലേ? നിനക്ക് നാണമില്ല പശു? നിനക്ക് മനസാക്ഷി തൊട്ട് വെച്ചിട്ടില്ലേ? എവിടെയെങ്കിലും പോയി ആരുടെ തലയിലുള്ള പുല്ലും തിന്നാന്നാണോ? നന്ദി കെട്ടവളെ, നാണമില്ലാത്തവളെ, വഞ്ചകി. ഞങ്ങൾ മനുഷ്യരിവിടെ ജീവിക്കരുതെന്നാണോ? ആലോചിക്ക്, ആലോചിക്ക്. എന്താ മിണ്ടാത്തെ? സോറി. കൊള്ളാം മോട്ടു, കൊള്ളാം. എന്തൊരു പ്രസംഗമായിരുന്നു. നിനക്കൊരു നേതാവായിക്കൂടെ? ഐഡിയ. വരൂ, വേഗം ചെന്ന് നമുക്ക് കുറച്ച് സമൂസ കഴിക്കാം. ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നിനക്ക് സമോസയുടെ ഒരു വിചാരം മാത്രമേ ഉള്ളോ? ചേട്ടാ, വേഗം കുറച്ച് സമൂസതാ. ഇനിയും താമസിപ്പിച്ച പുല്ല് വളരും. എന്താ പറഞ്ഞത്? അതിനർത്ഥം വേഗം കുറച്ച് സമോസ എടുക്കുക, അല്ലെങ്കിൽ വിശപ്പ് കൂടുവന്ന്. ഇന്നാ പിടിച്ചോ സമോസ. ആദ്യം പൈസയും ഇങ്ങോട്ട് എടുക്ക്. ഇതെന്താ നിങ്ങളുടെ തലയിൽ തുണിക്കെട്ട്? തുണി കൊണ്ടുണ്ടാക്കിയ കിരീടാണോ? ഇപ്പൊ കുളി കഴിഞ്ഞതേ ഉള്ളൂ. തലമുടി നനഞ്ഞിരിക്കുക. തലമുടി നനഞ്ഞിരിക്കുകയാണെന്നോ? ഇതെന്താ ഇത്? ഒന്നുമില്ല, ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. സമൂസേ, ഞങ്ങളെ രക്ഷിക്കൂ. ഡോക്ടർ ജഡ്ക, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ പ്ലീസ്. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്താ പറ്റിയതെന്ന് പറയാ. പൊളിച്ചെടുത്തല്ലോ. നിങ്ങള് രണ്ടാൾ എന്താണ് കരഞ്ഞോണ്ട് വരുന്നത്? വലിയ പ്രശ്നത്തിൽ കുടുങ്ങിയത് പോലെ ഉണ്ടല്ലോ. വലുതല്ല, അതിലും വലിയ പ്രശ്നമാണ്. ദേ നിങ്ങൾ കണ്ടോ? ഫേനെ കിടന്ന് കറങ്ങാതെ ഞങ്ങളുടെ ജീവിതം ഒന്ന് തിരിച്ചതാ. ആദ്യം ഞങ്ങളുടെ ഈ തലയിൽ നിന്ന് ഈ പുല്ലുകളൊക്കെ ഒന്ന് മാറ്റിത്താ. ഓ, രണ്ടുപേര് നിങ്ങളായിരുന്നോ? എല്ലായിടത്തും വാർത്ത വരുന്നുണ്ടായിരുന്നു. രണ്ടുപേര് തലയിൽ എന്തോ എണ്ണ തേച്ചിട്ട് അവരുടെ മുടി പുല്ല് പോലെ വളർന്നെന്ന്. ആ പറഞ്ഞ ആൾക്കാര് ഞങ്ങളാണ്. ഞങ്ങളെ രക്ഷിക്ക്. ഓ, എന്റെ ചങ്ക, ഒരു കാര്യം ചെയ്യ. നിങ്ങൾ ഈ ബോംബ് തലയിലെ പുല്ല് വെച്ചങ്ങ് പൊട്ടിക്ക. പിന്നെ നോക്കുമ്പോ നിങ്ങളുടെ തലയും കാണില്ല, പുല്ലും കാണില്ല. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഞാൻ പക്ഷേ ഇതിന് ഒരു വഴി കണ്ടിട്ടുണ്ട്. ഈ സ്പ്രേ നിങ്ങൾ കണ്ടില്ലേ? ഈ സ്പ്രേ അടിക്കുവാണെങ്കിലുണ്ടല്ലോ, പുല്ലും കാണില്ല, നിങ്ങൾ പഴയതുപോലെ ആവുകയും ചെയ്യും. ഡോക്ടർ ജഡ്ക, വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു. സന്തോഷം. ഓയ് ബല്ലെ, ബല്ലെ, ഓയ് ബല്ലെ, ബല്ലെ. കുറച്ച് പൂവിന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും നിങ്ങൾ നികത്തി തന്നു. ഇതെന്താ? ആദ്യം ഞങ്ങളുടെ തലയിൽ വെറും പുല്ല് മാത്രമല്ലടാ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരു പൂന്തോട്ടം തന്നെ ആക്കി കളഞ്ഞല്ലോടാ നീ. നമുക്കൊരു പൂക്കച്ചവടം തുടങ്ങിയാലോ? ചെലപ്പോ ഇതുകൊണ്ട് നല്ല കാശുണ്ടാക്കാൻ സാധിക്കും. പൈസയോ? എങ്ങനെ? കാശുണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട്, അറിയോ? ഞാൻ ഉറപ്പ് പറയുന്നു, നമുക്ക് ഇഷ്ടം പോലെ കാശുണ്ടാക്കാം. കിട്ടുന്ന കാശ് നമുക്ക് 3ആയി പങ്കുവെക്കാം. പിന്നെ മോട്ടു, നിനക്ക് എത്ര സമോസ വേണമെങ്കിലും കഴിക്കാം. എനിക്ക് സമ്മതമാണ്. ചേട്ടാ, ഒരു നീലയും ചുവപ്പും കളറുള്ള പൂവിന്റെ ഒരു കെട്ടിങ് എടുത്തേ. എനിക്ക് എല്ലാ കളറിലെയും പൂവും കൂടി മിക്സ് ചെയ്തിട്ട് വരണം. എന്താ അടിപൊളി ചെടികളായത്. ദേ, കണ്ടില്ലേ? ഒരു പൂ പറിക്കുമ്പോ അതിലൂടെ വേറെ മുളച്ചു വരുന്നത്. അതെ, നിങ്ങൾ ഈ അത്ഭുത ചെടി എവിടെ നിന്നാണാവോ കൊണ്ടുവന്നേ? പൊളിച്ചെടുത്തല്ലോ. അത് മാത്രം ചോദിക്കരുത്, ഞങ്ങൾ ഈ പൂക്കളൊക്കെ എവിടുന്നാ കൊണ്ടുവന്നാന്ന്. ഇത് ഞങ്ങളുടെ ട്രേഡ് സീക്രട്ടാ. ഞങ്ങൾ അത് ഒരിക്കലും പുറത്തു പറയില്ല. ഈ ചെടികൾ വളരെ ദൂരത്തുനിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാ.
Watch India's largest kids library only on Geo Hotstar. Download the app now.